بسم الله الرحمن الرحيم. قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1021 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 125 മുതൽ 127 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 125 മുതൽ 127 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാമിന്റെ അതുപോലെ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ ജന്നത്തിൽ വസിച്ചിരുന്ന ആ കാലഘട്ടത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. ആ ഘട്ടത്തില് പിശാച് അവരെ ഇരുവരെയും വ്യതിചലിപ്പിച്ച സംഗതിയെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ വിവരിക്കപ്പെടുകയുണ്ടായത്. അള്ളാഹു വിലക്കിയ ആ വൃക്ഷത്തിന്റെ കനികള് പറിച്ചു തിന്നത് കാരണമായി അതിനെ തുടർന്ന് അവരിരുവരുടെയും നഗ്നത വെളിപ്പെടുകയും ജന്നത്തിലെ ഇലകള് പറിച്ച് നഗ്നത മൂടി വെക്കാൻ അവര് ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ വിഷയത്തിൽ വ്യക്തമായും ആദമും ഹവ്വയും ഇരുവരും തങ്ങളുടെ റബ്ബിനെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ റബ്ബിനോടുള്ള അനുസരണം വേണ്ട വിധത്തിൽ ചെയ്യാതെ വ്യതിചലിച്ച ഒരു കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ പിന്നീട് അതിനുശേഷം അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് മാർഗദർശനം നൽകുകയും ചെയ്തു. എല്ലാവരോടും ആ ജന്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാനാണ് അള്ളാഹു ആ ഘട്ടത്തിൽ അവരോട് നിർദ്ദേശിച്ചത്. പിശാചായാലും ആദമും ഹവ്വയും ആയാലും അവര് പരസ്പരം യോജിപ്പുള്ളവരല്ല, അവര് ശത്രുക്കളായിരിക്കും. ആ ശത്രുത നേരത്തെ തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇരു സംഘങ്ങളും അല്ലെങ്കിൽ ഇരുകൂട്ടരും ഇവിടുന്ന് പോയിക്കൊള്ളണം എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. ഭൂമുഖത്ത് നിങ്ങൾ വസിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കുള്ള മാർഗദർശനം എത്തും. ആ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഉണർത്തൽ, ഓർമ്മപ്പെടുത്തൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴി പിഴക്കുകയില്ല, നിങ്ങൾ ദുഃഖിതരാവേണ്ടി വരികയുമില്ല. അള്ളാഹു ഈ കാര്യമാണ് അവരോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായത്.
പക്ഷെ എല്ലാവരും അങ്ങനെ ആവുകയില്ല. ചിലരൊക്കെ തന്നെ ആ ഓർമ്മപ്പെടുത്തലിനെ നിരന്തരമായി പ്രവാചകന്മാർ മുഖേന നിർവഹിക്കപ്പെട്ട ആ ഓർമ്മപ്പെടുത്തലിനെ, ദിക്റിനെ മുഖവിലക്കെടുക്കാൻ കൂട്ടാക്കാതെ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യത ചിലരുടെയൊക്കെ കാര്യത്തിൽ എന്തായാലും ഉണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അംഗീകരിച്ച് അവന് വിധേയപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധരല്ലാതെ ഓർമ്മപ്പെടുത്തലിനെ പോലും അല്ലെങ്കിൽ ഉത്ബോധനത്തെ പോലും ശരിയായ വിധത്തിൽ സ്വീകരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കും ജീവിത വിഭവങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഇടുക്കമുള്ള ജീവിതമാണ്. ആ ഇടുക്കമുള്ള ജീവിതം എന്താണ് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. അത് വിഭവങ്ങളുടെ ശൂന്യത കൊണ്ടോ കുറവ് കൊണ്ടോ എന്നുള്ള ഒരു ഇടുക്കമല്ല, മറിച്ച് ഒരാള് ജീവിത ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ധാരണയില്ലാതെ അലസമായി അലക്ഷ്യമായി ജീവിക്കുന്ന ഒരാളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. താൻ എന്ത് ആവശ്യത്തിനു വേണ്ടിയാണ് ഭൂമുഖത്തേക്ക് നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത്, തന്റെ ജീവിതധർമ്മം എന്താണ്, തന്റെ ദൗത്യം എന്താണ് എന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരാള് അയാളുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും അയാൾക്ക് വലിയ സന്തോഷവും ആനന്ദവും മനസ്സമാധാനവും ഒക്കെ നൽകുന്ന കാര്യമാണ്. എന്നാൽ അലക്ഷ്യമായി ജീവിക്കുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ബോധമില്ലാതെ ജീവിക്കുന്ന ഒരാള് അയാളുടെ മനസ്സിനെന്നും ഇടുക്കം അനുഭവപ്പെടും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മനസ്സിന്റെ ഇടുക്കം ഇല്ലാതാവുന്നത് സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആ ജീവിത ലക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങുമ്പോഴാണ് അയാളുടെ മനസ്സ് ഈ ഇടുക്കം ഉള്ള അവസ്ഥയിൽ നിന്നും മുക്തമാവുന്നത്, മോചിതമാവുന്നത്. അങ്ങനെ അത്തരം ആളുകള് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, അവർ ഉയർത്തെഴുന്നേൽപ്പ് നാളില്, മരണശേഷം അവരെ അള്ളാഹു എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഘട്ടത്തില് ഈ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അന്ധരായിട്ടായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അവർക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്, അവർക്ക് ദർശന സൗഭാഗ്യമില്ലാത്ത വിധത്തിലാണ് അവര് പ്രത്യക്ഷപ്പെടുക. അന്ധരായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. അന്ധത കൊണ്ടുണ്ടാവുന്ന സകല വൈകല്യങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന സകല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിക്കൊണ്ടാണ് അവര് ഹാജരാക്കപ്പെടുക, പ്രത്യക്ഷപ്പെടുക. ആ ഘട്ടത്തില് ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നെണീറ്റ് വരുന്നവരാണല്ലോ മരിച്ച ആളുകൾ പുനർജീവിപ്പിക്കപ്പെടുന്നു, അവരുടെ പുനരുത്ഥാനം സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അത് നമുക്കൊരു ഉറക്കത്തിനോടാണ് തുലനം ചെയ്യാൻ പറ്റുക. ഒരു ഉറക്കമുണർന്ന് എണീറ്റ് നടന്നു തുടങ്ങുമ്പോ ഈ ആളുകള് അവരെ തന്നെ കാണുന്നത് അവര് നേരത്തെ നല്ല കാഴ്ചശേഷിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇപ്പോ അവർക്ക് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, അവര് അന്ധരാണ് എന്നതാണ് അവര് മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ആ ഘട്ടത്തിൽ അങ്ങനെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആള് പറയുന്നത് ഇങ്ങനെയാണ്: റബ്ബി ലിമ ഹശർതനി അഅമ, എന്റെ നാഥ നീ എന്നെ എന്തിനാണ് അന്ധനായിട്ട് ഇപ്പോ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? ഈ മഹ്ശറില് എന്നെ നീ അന്ധനായിട്ടാണല്ലോ പ്രത്യക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്, അതെന്തേ അങ്ങനെ ചെയ്തത്? വഖദ് കുൻതു ബസീറ, ഞാൻ അന്ധനായിരുന്നില്ലല്ലോ, ഞാന് കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്നിട്ടിപ്പോ ഞാൻ എങ്ങനെയാണ് അന്ധനായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ കാരണമായിരിക്കുന്നത് എന്നാണ്
ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന, അന്ധതയുടെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളായിക്കൊണ്ട് അയാള് പറയുന്നത്, എന്നെന്താ റബ്ബെ ഇവിടെ അന്ധനായിട്ട് വരാൻ കാരണമായത് എന്താണ്? ഞാൻ കാഴ്ചയുള്ള ആളായിരുന്നല്ലോ, ഇപ്പോ പെട്ടെന്ന് എങ്ങനെ ഞാൻ കാഴ്ചയില്ലാത്തവനായി മാറി എന്നതാണ് അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകള് ചോദിക്കുക. അവര് പിന്നിട്ട കാലത്ത് ഭൂമുഖത്ത് അവർ ജീവിച്ചിരുന്നപ്പോ കാഴ്ചയുള്ളവരായിരുന്നു. അള്ളാഹുവിനെ കാണാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അള്ളാഹുവിന് ചെവിക്കൊടുക്കാനും അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊള്ളാനും ഒന്നും അവര് സന്നദ്ധരായിരുന്നില്ല. പക്ഷെ ഉപബോധ മനസ്സില് അവർക്ക് റബ്ബ് എന്നൊരു ബോധം ഉണ്ടായിരുന്നു. അവരെ മനസ്സിന്റെ ആഴങ്ങളിൽ അങ്ങനെ ഉള്ള ഒരു കാര്യം, ഒരു ബോധ്യം, അതിനെ തള്ളിക്കളയാനൊന്നും അവർക്ക് കഴിയില്ല. അവരിപ്പോ കാഴ്ചശേഷി നഷ്ടപ്പെട്ട കാര്യം പറയുന്നത് തന്നെ അള്ളാഹുവിനോടാണ്. പറയുന്ന വാചകം അങ്ങനെയാണ്, റബ്ബി ലിമ ഹശർതനി അഅമ. എന്റെ നാഥ, നീ എന്നെ എന്തേ അന്ധനാക്കി കളഞ്ഞത്? ഈ മഹ്ശറിൽ ഒത്തുചേരുന്ന വേളയില് ഞാൻ അന്ധനായിട്ടാണല്ലോ വരുന്നത്, എന്നെ നീ അന്ധനാക്കി കളഞ്ഞത് എന്തേ എന്നാണ് ചോദിക്കുക. അത് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ സ്വമേധയാ ചില മാർഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടത്തില് ആ റബ്ബിനെ അംഗീകരിക്കാനോ അവനെ വിളിക്കാനോ ഒന്നും കൂട്ടാക്കാതെ ഇരുന്ന ഒരാളാണ് ഇയാള്. എന്നിട്ട് അന്ധനായിട്ട് ഹാജരാക്കപ്പെട്ട വേളയിലാണ് ഈ കാര്യം പറയുന്നത്. ബിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. ഭൂമുഖത്തെ ജീവിത കാലഘട്ടത്തില് കാഴ്ചയുള്ളവനായിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോ ഇവിടെ അന്ധനായിട്ട് ഹാജരാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നതാണ് അയാളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പൊ അതിന് അള്ളാഹു നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. അവൻ പറയുന്നു, അള്ളാഹുവിന്റെ മറുപടി, അള്ളാഹു പറഞ്ഞു, കദാലിക, ശരിയാണ്, അതങ്ങനെയാണ്, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. നീ കഴിഞ്ഞ ഘട്ടത്തില്, പിന്നിട്ട ഘട്ടത്തില് നീ കാഴ്ചയുള്ളവനായിരുന്നു. ഇപ്പോ കാഴ്ചയില്ലാത്ത, അന്ധത അനുഭവിക്കുന്ന അവസ്ഥയിലാണ് നീ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഹാജരാക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. കദാലിക അതത്ക ആയാതുന, നിന്റെ അടുക്കല് നമ്മുടെ ദൃഷ്ടാന്തങ്ങള് വന്നിരുന്നതാണ്. നമ്മെ കുറിച്ച്, നിന്റെ നാഥനെ കുറിച്ച്, നിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പല പ്രതിഭാസങ്ങളും അത് നിനക്ക് ബോധ്യപ്പെടുത്തുന്ന ദൈവിക വചനങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ നിന്റെ മുന്നിൽ എത്തിയിരുന്നതാണ്. എന്നാൽ ഫനസീതഹ, നീ അതൊക്കെ മറന്നു കളഞ്ഞു. നീ അതൊക്കെ സൗകര്യപൂർവം മറന്നു കളഞ്ഞു എന്ന് വായിക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആശയം കൺവേ ചെയ്യും. ഫനസീതഹ, നീ അതൊന്നും ഓർക്കാൻ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ ആ ആയാത്തുകളൊന്നും തന്നെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നീ കാണുകയുണ്ടായില്ല. നീ അതിനെ വിസ്മൃതിയിലേക്ക് തള്ളി. നിന്റെ സ്മൃതി പദത്തിലുള്ള ചില കാര്യങ്ങളെ തട്ടിയുണർത്തിക്കൊണ്ട് നിന്നെ ഓർമ്മയുള്ളവനാക്കാൻ വേണ്ടിയാണ് ഈ ആയാത്തുകള് നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഘട്ടത്തില് നീ വിസ്മൃതിയുടെ ഒരു നിലപാട്, ഓർക്കാൻ കൂട്ടാക്കാത്ത മറവിയുടെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് അതേ വിധത്തിൽ നീയും വിസ്മരിക്കപ്പെടുകയാണ്. നിന്റെ കാര്യത്തിൽ ആരും ഇടപെടുകയില്ല. നിന്റെ കാര്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് താല്പര്യം എടുത്ത് നിന്നെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരില്ല. ഇന്ന് നീ വിസ്മരിക്കപ്പെട്ടവനാണ്. നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി വല്ലതൊക്കെ ചെയ്യുക എന്ന
ഒരു നിലപാട് ഉണ്ടാവുന്നതല്ല. നേരത്തെ നിന്നെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ചില ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കലേക്ക് നിന്റെ റബ്ബ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുന്നിൽ എത്തിയപ്പോ പോലും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയുള്ള പ്രജ്ഞ നഷ്ടപ്പെട്ടിട്ടില്ലാത്തവനായിക്കൊണ്ട് നിലകൊള്ളാൻ നിനക്ക് സാധിച്ചില്ല. ഇന്നിപ്പോ നീയും അതേ വിധത്തില് വിസ്മരിക്കപ്പെടുകയാണ്, അവഗണിക്കപ്പെടുകയാണ്. അള്ളാഹു അവഗണനയാണ് ഈ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട ആൾക്കായിട്ട് വെച്ചിരിക്കുന്നത്. അവഗണനയാണ്, വിസ്മൃതിയാണ്. അവന്റെ കാര്യത്തിൽ താല്പര്യം എടുത്തുകൊണ്ട് എന്തെങ്കിലും ഇടപെട്ട് സഹായം ആവുക എന്ന ഒരു നിലപാട് അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നാണ് വളരെ നിർദ്ധയമായിട്ട് അയാളോട് പറയപ്പെടുന്നത്. അപ്പൊ കാല അള്ളാഹു പറയുന്നു, കദാലിക അതത്ക ആയാതുന, നമ്മുടെ ആയാത്തുകൾ നിന്റെ അടുക്കൽ വന്നതാണല്ലോ. അപ്പോ ആയാത്തുകൾ എന്നത് ഇവിടെ വിശുദ്ധ ഖുർആനിലെ അതുപോലെ വേദഗ്രന്ഥങ്ങളിലെ ആയാത്തുകളാവാം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെയും ആവാം. അപ്പോ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കല് വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഫനസീതഹ, നീ അവയൊക്കെ മറന്നു കളഞ്ഞു എന്നത് കേവല വിസ്മൃതിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയും. അവഗണിച്ചു കളഞ്ഞു, അറിയാത്തതോ മനസ്സിലാവാത്തതോ ഒന്നുമല്ല. ഉദ്ദേശപൂർവം നീ അവയെ അവഗണിച്ചു കളഞ്ഞു. അതൊരു തരം മറവിയാണ്. ചില പരിഗണന കൊടുത്തുകൊണ്ട് സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കാതെ അവയെ മാറ്റി നിർത്തിയാൽ അതിനെ മറവി അല്ലെങ്കിൽ മറന്നു കളയാൻ വേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കാര്യം. ഇപ്പൊ കദാലിക്കല്യവുമത്തുൻസ, ഇന്ന് നിന്റെ ഗതിയും അതാണ്. നമ്മുടെ ആയാത്തുകൾ നിന്റെ മുന്നിൽ വന്നപ്പോ നീ അവയെ അവഗണിച്ചു, അത് അവക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല, നീ അവയെ വിസ്മൃതിയിലേക്ക് വിട്ടു. ഇന്ന് കദാലിക്കല്യവുമത്തുൻസ, നീയും വിസ്മരിക്കപ്പെടുകയാണ്. നീയും വിസ്മരിക്കപ്പെടുകയാണ് എന്ന് പറയുമ്പോ നീയും അവഗണിക്കപ്പെടുകയാണ്. നിന്റെ സാന്നിധ്യം ഉള്ളതായിട്ട് പോലും ഒരു പരിഗണന എവിടുന്നും ആരും നൽകുന്നതല്ല. വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ. അല്ലാഹു എന്നിട്ട് തുറന്നു പറയാണ്, ഇതുപോലെ തന്നെയാണ് മൻ അസ്റഫ വലം യുഅ്മിൻ, ഈ രണ്ട് പ്രത്യേകതകള് ഉള്ള ആളുകളുടെ കാര്യത്തിൽ. മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി, ഈ വിധത്തിൽ വിസ്മരിക്കപ്പെടുകയാണ് ആരാണ്? ഒന്ന്, മൻ അസ്റഫ, അതിര് കവിഞ്ഞ് പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ അതിർവരമ്പുകളും നിയന്ത്രണങ്ങളും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും ഒന്നും ഗൗനിക്കാതെ സകല അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് ജീവിച്ച ഒരാള്, അതാണ് മൻ അസ്റഫ. എങ്ങനെയാണ്? വലം യുഅ്മിൻ ബിആയാതി റബ്ബി, റബ്ബിന്റെ ആയാത്തുകളിൽ വിശ്വാസം ഉൾക്കൊള്ളാതെ സകല അതിർവരമ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ച ഒരാള്. അങ്ങനെയുള്ള ഒരാളും ഇതുപോലെയുള്ള വിസ്മൃതിയാണ്, ഇതുപോലെയുള്ള ഒരു പ്രതിഫലമാണ് ഏറ്റുവാങ്ങുന്നത് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ഐഹിക ലോകത്ത് തന്നെ അവര് അനുഭവിക്കേണ്ടി വരുന്ന, നേരത്തെ അള്ളാഹു സൂചിപ്പിച്ച മഈശത്തുൻ ലങ്ക എന്ന് പറഞ്ഞൊരു പ്രയോഗം, മഈശത്തൻ ലങ്ക, ഇടുക്കമുള്ള ഒരു ജീവിതം. അവർക്ക് മനസ്സിന് ആനന്ദമോ സന്തോഷമോ സമാധാനമോ ഒന്നും ലഭിക്കുന്ന, മനഃശാന്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിരിക്കുകയില്ല ഭൗതിക ലോകത്തുണ്ടാവുക. മറിച്ച് അവര് ഇതുപോലെയുള്ള ഇടുക്കമുള്ള ഒരു അനുഭവമാണ് അവർക്ക് പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നത്. അത് അള്ളാഹുവിന്റെ ആയാത്തുകളെ അവഗണിച്ചതിനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, അതിന്റെ സകല അതിർവരമ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചതിനും ഉള്ള പ്രതിഫലമായിട്ട്
അവർക്ക് അല്ലാഹു ഭൂമുഖത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പ്രതിഫലമാണ്. ഇതുപോലെയുള്ള പ്രതിഫലം എന്ന ഈ പ്രയോഗം അതിന്റെ തൊട്ടുമുകളിലായിട്ട് പരാമർശിച്ച മഈശത്തും ലങ്ക എന്ന സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അപ്പോ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിന്റെ ആയാത്തുകൾ അവഗണിച്ചു, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തി. അങ്ങനെ ജീവിച്ച ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു പ്രതിഫലമാണ് നൽകപ്പെടുന്നത് എന്നാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. തുടർന്ന് മറ്റൊരു ദുരിതം കൂടി അവരെ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നതാണ് ഇവിടെ ഉയർത്തി കാണിക്കപ്പെടുന്നത്. വല അദാബുൽ ആഖിറത്തി അശദ്ദു വഅബ്ഖ. പാരത്രിക ലോകത്തെ, പരലോകത്തെ ശിക്ഷ അതാണ് ഏറ്റവും കഠിനമായതും അതുപോലെ നീണ്ടു നിൽക്കുന്നതും അവസാനിച്ചു പോകാതെ ദീർഘമായിട്ട് നീണ്ടു നിൽക്കുന്നതുമായത് ആ പാരത്രിക ലോകത്തെ ശിക്ഷയാണ്. അപ്പോൾ ഇവിടെ ആദ്യം പരാമർശിച്ച ജസാ വകദാലിക നജ്സി എന്ന് പറഞ്ഞത്, ഈ വിധത്തിൽ നാം പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞത് പാരത്രിക ലോകത്ത് അത്തരം ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ചല്ല. ഈ ഐഹിക ലോകത്ത് തന്നെ അവര് ഏറ്റുവാങ്ങേണ്ടി വരുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം, അവരുടെ നിലപാടുകൾക്കുള്ള പ്രതിഫലം ആണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാണ്. കാരണം അതിനും പുറമെയാണ് പാരത്രിക ലോകത്തുള്ള കഠിനമായ ശിക്ഷയും അതുപോലെ കഠിനമായതും നീണ്ടു നിൽക്കുന്നതുമായ ലാസ്റ്റിംഗ് ആയ ആ ശിക്ഷ, പാരത്രിക ലോകത്തുള്ള ആ ശിക്ഷ ഇതിനു പുറമെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട ജസ എന്താണ്? ഇസ്രാഫ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അവഗണിച്ചുകൊണ്ട് അതിന്റെ പരിധികളെയും നിയന്ത്രണങ്ങളെയും പാലിക്കാതെ അവയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ച, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചു കളഞ്ഞ ആള്, അയാൾക്കുള്ള പ്രതിഫലം അള്ളാഹു ആദ്യം സൂചിപ്പിച്ചത് എന്താണ് എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ അതിന്റെ തൊട്ടു മുകളിൽ പരാമർശിച്ചിട്ടുള്ള മഈശത്തൻ ലങ്ക എന്ന് പറഞ്ഞ ആ സംഗതിയാണ്. ഇടുക്കമുള്ള ജീവിതം. അത് ഐഹിക ലോകത്തെ ജീവിതത്തില് ആർക്കും ലഭിക്കാനിടയുള്ള വിഭവങ്ങളെ കുറിച്ചോ സാധ്യതകളെ കുറിച്ചോ ഒന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെയും പ്രയത്നം അനുസരിച്ചും ഓരോരുത്തരും കാണിക്കുന്ന പരിശ്രമങ്ങളുടെയൊക്കെ ഫലമായിട്ട് അത് വിശാലതയുള്ളതും ഇടുക്കമുള്ളതും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ചിലർക്ക് അത് ഐഹിക വിഭവങ്ങൾ, അത് സത്യവിശ്വാസികളായതുകൊണ്ട് മാത്രമൊന്നുമല്ല, സത്യവിശ്വാസമുള്ളവർക്ക് വിഭവങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളും ഭൗതികമായിട്ടുള്ള അവരുടെ സംരംഭങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നവരും വലിയ നേട്ടങ്ങൾ കൊയ്തുവെന്നവരും പലപ്പോഴും അവർക്കാണ് കൂടുതൽ ഇവിടെ അഭിവൃദ്ധി ഉണ്ടാവുന്നത് ചിലപ്പോൾ കാണാനൊക്കെ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഐഹിക ലോകത്ത് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കുന്ന മനസ്സിന്റെ ആ ശാന്തി, സമാധാനം, അതാണ് ഏറ്റവും വിലപ്പെട്ടത്. സമ്പത്തോ സ്ഥാനമോ പദവിയോ അധികാരമോ ഒന്നും തന്നെ ഒരാൾക്ക് ഈ അമൂല്യമായ അനുഭവം നൽകുന്നില്ല. മനസ്സിന്റെ സമാധാനം എന്നത് അത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് നിലക്കൊള്ളാൻ ഒരാൾ തീരുമാനിക്കുമ്പോഴാണ് മനസ്സിന്റെ ആ ശാന്തി സമാധാനം നേടാൻ സാധിക്കുന്നത്. അത് നിഷേധിക്കപ്പെട്ട ബാക്കി പല അനുഗ്രഹങ്ങളും ലഭിച്ച ആള് യഥാർത്ഥത്തിൽ വലിയ ദുരിതം പേറുന്ന പോലെയാണ് അയാൾക്ക് മാനസികമായിട്ട് അനുഭവപ്പെടുക. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഒരു ഐശ്വര്യമില്ലാത്ത, ഒന്നും ഒരു മനസ്സിന് സംതൃപ്തിയോ സമാധാനമോ പകരുന്ന വിധത്തിലുള്ള യാതൊരു അനുഭവവും ഇല്ലാത്ത അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. കിടന്നുറങ്ങുമ്പോൾ പോലും സമാധാനം ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥ, കിടന്ന് മര്യാദക്ക് ഒന്ന് കിടന്നുറങ്ങാൻ, നാളത്തെ കാര്യം നാളെ ആലോചിക്കാം, ഇന്നത്തെ കാര്യം കഴിഞ്ഞല്ലോ എന്ന് വെച്ചുകൊണ്ട് അല്ലല്ലാ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരാളുടെ മനസ്സമാധാനം
അത് യഥാർത്ഥത്തില് വലിയ വിഭവങ്ങൾ നൽകപ്പെട്ട വലിയ സമ്പത്തിന്റെ ഒക്കെ ഉടമകളായ ആയിരക്കണക്കിന് ആളുകളുടെ കാര്യങ്ങൾ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തില് അധികാരവും സ്വാധീനവും ഒക്കെയുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണത്, ആ മനസ്സമാധാനം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൽ തവക്കുല് ചെയ്യാൻ സാധിക്കുന്നവർക്ക് സകലതും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ണ് ചിമ്മാൻ കഴിയുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സംഗതിയാണ് ആ മനസ്സമാധാനം. മറ്റുള്ളവർക്ക് എത്ര തന്നെ ഉണ്ടായിരുന്നാലും അവർ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് പിന്നെയും ആശങ്കയാണ്. എത്ര തന്നെ സമ്പത്തും വിഭവങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അവർക്ക് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒന്നും ആനന്ദം അനുഭവിക്കുകയല്ല അവർ ചെയ്യുന്നത്. എന്നാൽ പോലും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഉള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അവർ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ഈ നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇവരുടെ കാര്യത്തില് കദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബിആയാതി റബ്ബി, ഈ വിധത്തില് നാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ എല്ലാ നിലക്കും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് ഈ വിധത്തില് നാം ജസാ നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതിൽ അവസാനിക്കുന്നില്ല. വല അദാബുൽ ആഖിറത്തി അശദ്ദു വ അബ്ഖ, പാരത്രിക ലോകത്ത് അവർ ഏറ്റുവാങ്ങാനിരിക്കുന്ന ശിക്ഷയാണ് കൂടുതൽ കഠിനമായതും കൂടുതൽ നീണ്ടു നിൽക്കുന്നതും. അപ്പൊ കഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയാണ് പാരത്രിക ലോകത്ത്. അത് നിത്യ ദുരിതങ്ങളുടെ ഒരു നരകമാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നും ഖുർആൻ പലയിടത്തും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നീണ്ടു നിൽക്കുന്നതാണ് ശിക്ഷ. ഏതുതരം ശിക്ഷയാണെങ്കിലും അതിനൊരു ഒടുക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു അവസാനം ഉണ്ട് എന്ന യാതൊരു സൂചനയും ഇല്ലാത്ത വിധത്തിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, അതിനേക്കാൾ ദുരിതപൂർണമായ, അതിനേക്കാൾ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന, മനസ്സിനെ ദുരിതക്കയത്തിലേക്ക് എടുത്തെറിയുന്ന വേറെ യാതൊരു അനുഭവം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഈ പാരത്രിക ലോകത്ത് അവരെ ഏറ്റുവാങ്ങാൻ പോകുന്ന ഈ ശിക്ഷ, അതാണ് കൂടുതൽ കഠിനമായതും നീണ്ടു നിൽക്കുന്നതും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. രണ്ട് ലോകത്തും അവർക്ക് ഈ ദുരിതമാണ് വാങ്ങേണ്ടി വരുന്നത്. ഒന്ന്, എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ മനസ്സിന് സമാധാനമോ ശാന്തിയോ ആനന്ദമോ സന്തോഷമോ ഇല്ലാതിരിക്കുന്ന, എന്നും അസംതൃപ്തിയും അസ്വസ്ഥതയും അതുപോലെ വിഷമവും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ. അത് ദുനിയാവില്. ആഖിറത്തില് കഠിനമായ ശിക്ഷയും അതുപോലെ അനന്തമായ ആ നരക അവസ്ഥയുമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ആദം അലൈഹി ഇസ്ലാമിന്റെ ജന്നത്തിലെ കാലത്തെ പരാമർശിച്ചുകൊണ്ട് ബൈബിളിൽ വന്നിട്ടുള്ള ഒരു വിവരണം ഖുർആനിലെ വിവരണത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടാണുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വളരെ ചെറിയൊരു പാസേജ് ഞാൻ മലയാളത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില വരികൾ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. യഹോവയായ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യന് ജീവനുണ്ടായി. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം മുളപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം.
എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് തിന്നുന്ന നാളിൽ നീ മരണപ്പെടും. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുചെന്നു. പുരുഷനും ഭാര്യയും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല താനും. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും ഏറ്റവും കൗശലമേറിയതായി ആയിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കനി നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല. നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും എന്നും ദൈവം അറിയുന്നു. അങ്ങനെ സ്ത്രീ കനി പറിച്ചു തിന്നുകയും തന്റെ ഭർത്താവിനെ തീറ്റുകയും ചെയ്തു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പിന്നീട് ദൈവം ആദമിനെ വിളിച്ചന്വേഷിച്ചപ്പോൾ, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് നിന്റെ ശബ്ദം കേട്ട നേരം ഒളിച്ചു കളഞ്ഞതാണെന്ന് അറിയിച്ചു. നിങ്ങൾ നഗ്നരെന്നറിഞ്ഞതെങ്ങനെ? വിലക്കപ്പെട്ട കനി തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. ഹവ്വ തന്നെ കൊണ്ട് ആ കനി ഭുജിപ്പിച്ചു എന്ന് ആദമും. സർപ്പം തന്നെ വഞ്ചിച്ചതാണെന്ന് ഹവ്വായും മറുപടി പറഞ്ഞു. അപ്പോൾ യഹോവയായ ദൈവം സർപ്പത്തോട് കൽപ്പിച്ചു, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉരസ്സുകൊണ്ട് ഇഴഞ്ഞ് നീ നടക്കും. ആയുഷ്കാലമൊക്കെയും നീ പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ കൊത്തും. സ്ത്രീക്ക് ഈ ശിക്ഷയും നൽകി. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ മക്കളെ നൊന്തു പ്രസവിക്കും. നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. സ്വന്തം ഭാര്യയുടെ വാക്ക് സ്വീകരിച്ച് തന്റെ കൽപ്പനകൾക്ക് വിരോധം പ്രവർത്തിച്ച മനുഷ്യനോട് ദൈവം കൽപ്പിച്ചു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. പിന്നെ യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അനന്തരം യഹോവയായ ദൈവം അരുൾ ചെയ്തു, മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം തമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ കനി കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. അങ്ങനെ അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകത്തിലെ ചില വരികളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് തൗറാത്തിലെയും ഇഞ്ചീലിലെയും അള്ളാഹു അവതരിപ്പിച്ച വെളിപ്പാടുകളിന്റെ അടിസ്ഥാനത്തിലുള്ള തൗറാത്തിലെയും ഇഞ്ചീലിലെയും കഥാകഥനത്തെ യഥാർത്ഥത്തില് മനുഷ്യഭാവനയിൽ പുനരാവിഷ്കരിച്ചപ്പോ വന്നു ചേർന്ന ഒരുപാട് കാര്യങ്ങൾ ഇതില് അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലതും വളരെ ബാലിശമായ ഭാവനയാണ് എന്നല്ലെങ്കിൽ ബാലിശമായ കാര്യങ്ങളാണ് ഇതിൽ പലതും അടങ്ങിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. വളരെ വ്യത്യസ്തമായ ഒരു വിവരണമാണ് ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയുമായി ഈ ജന്നത്തിലെ ഈ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആന്റെ വിവരണം. ഒരിക്കലും തന്നെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഇത്തരം വിവരണങ്ങളിൽ നിന്ന് പകർത്തി എഴുതിയതാണ് ഖുർആനിലെ വരികൾ എന്ന്
പറയാൻ സാധിക്കില്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വളരെ ഒരുപക്ഷെ അയാള് ബൈബിളോ ഖുർആനോ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വ്യത്യാസമുള്ള വിധത്തിലാണ് ഈ സംഭവങ്ങൾ ഖുർആൻ വിവരിക്കുന്നത്. ഖുർആന്റെ വചനങ്ങള് ദൈവികമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഗാംഭീര്യം അതിലെ ഓരോ അട്ടറൻസിനും കാണാൻ സാധിക്കും. അതേസമയത്ത് ബൈബിളിലെ വരികൾ നമ്മളിപ്പോ വായിച്ചു കേട്ടല്ലോ, അതിലെ ഏത് ഭാഷയിലാണെങ്കിലും അതിന്റെ ഉള്ളടക്കം വളരെ ചപലമായ ഹ്യൂമൻ ഇമാജിനേഷൻ, മനുഷ്യന്റെ ഭാവന റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതിൽ ഓരോ സംഗതി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോ അത് വേണ്ട എന്ന് വെക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.